അത് നല്ല പടമായിരുന്നു കേട്ടോ. ജവാനും മുല്ലേ നല്ല മൂവി തന്നെയാണ്. കാരണം ഒരുപാട് മെസ്സേജുകളുണ്ട്. ഒരു സൈബർ ലോകത്തെ ബേസ് ചെയ്തിട്ടുള്ള, സൈബർ ക്രൈമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടം. പിന്നെ ദൃശ്യം ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ സൈബർ ലോകത്ത് ഇപ്പം നമ്മുടെ ഓൺലൈനിൻ്റെ ദുരുപയോഗത്തെ ബേസ് ചെയ്തിട്ടുള്ള ഫാമിലി റിലേറ്റഡാണ്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. എങ്ങനെ ഒരു ഫാമിലി പോകണം എന്നുള്ള ഒരു നല്ലൊരു മൂവിയാണ്. കാര്യം കണ്ടിരിക്കാമെന്നല്ല, സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലർ മൂവിലാണ്. ജവാനും മുല്ലപ്പും എന്നുള്ള ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതും സ്റ്റോറിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഇതൊന്നുമില്ല. ജവാനും മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ജവാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് മുല്ലപ്പൂ, അത്രേ ഉള്ളൂ. അത് ഫസ്റ്റ് ഇതിൽ തന്നെ അത് രജിസ്റ്റർ ആവുന്നു. അയാൾക്ക് താല്പര്യമില്ലാത്ത ഒരു സ്മെല്ലെന്നുള്ളതേ ഉള്ളൂ. അത് ടൈറ്റിൽ സ്റ്റോറിയായിട്ട് ബന്ധമൊന്നുമില്ല. അതൊരു എലമെന്റ് മാത്രമാണ്. ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല മെസ്സേജ് ഉണ്ട്. കാരണം ഓൺലൈൻ ദുരുപയോഗത്തിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ്, പിന്നെ നമ്മുടെ ഫാമിലിയിൽ തുറന്നു പറച്ചിലില്ലാത്തതിന്റെ ഒരു പ്രശ്നം, കുടുംബ ബന്ധങ്ങളൊരു നല്ല അഭിനയം, പിന്നെ നല്ലൊരു സ്റ്റോറി ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മുല്ലപ്പ് നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു എന്താണ് പറയുന്നുണ്ട്. പിന്നെ ജവാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്ത ആദ്യത്തെ ഒരു ഹാഫ് കുറച്ച് ലാഗായിരുന്നു. പിന്നെ ഇന്റർവൽ ആകുമ്പോഴേക്കും കുറച്ച് എക്സൈറ്റിംഗ് ആയി. എന്താണ് സൈബർ ക്രൈമിനെ കുറിച്ച് കുറച്ചുകൂടി നല്ലോണം ഒരു എന്താണ് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ സോങ്സ് കുഴപ്പമില്ലാത്ത ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനമായപ്പം തീരെ അങ്ങ് മെസ്സേജിനോട് ഫോക്കസ് ചെയ്ത പോലെ തോന്നി. അതല്ലാതെ കണ്ടോണ്ടിരിക്കാം, കൂട്ടുകാരുടെ കൂടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സീരിയസ് വിഷയം തന്നെയാണ്. സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് അവര് കുറച്ച് ഈ സോഷ്യൽ മെസ്സേജിന്റെ കൂടെ ആയപ്പോൾ അവസാനം കുറെ ഫുൾ അങ്ങ് മെസ്സേജിനോട്ട് ഫോക്കസ് ചെയ്തു. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ലാഗ് അടുപ്പിക്കുന്നില്ല. അത് ഞാൻ കൂട്ടുകാരുടെ കൂടെ കണ്ടോണ്ടായിരിക്കാം. ഒറ്റയ്ക്ക് കാണുമ്പോൾ ലാഗ് തോന്നും. എനിക്ക് കൂട്ടുകാരുടെ കൂടെ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കണ്ടുമടുത്ത എവിടെയൊക്കെയോ അങ്ങനെ തോന്നി. പക്ഷെ ഇല്ല, വൺ ടൈം വാച്ചബിൾ ആണ്. ഏറ്റവും അവസാനത്തെ ഒരു 10-15 മിനിറ്റ് മാത്രമേ ലാഗ് അടിപ്പിക്കുന്നത് പോലെ തോന്നിയുള്ളൂ. ഇത്തിരി വലിച്ച് നീട്ടിയത് പോലെ തോന്നി. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടനെ കാണാൻ എനിക്ക് ഇഷ്ടം. ആ ദൃശ്യത്തിന് ശേഷം ആ പുതിയതായിട്ട് ഒരു റോള് കിട്ടുമ്പോൾ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ശ്രീവിത മാമിൻ്റെ ഞാൻ 2-3 സിനിമ കണ്ടിട്ടുണ്ട്. ഇതിലും മാം നല്ലോണം ചെയ്തിട്ടുണ്ട്. ഒരു സൈബർ ആക്രമണം അതിൻ്റെ എങ്ങനെ നേരിടണമെന്ന് അവർ കൊള്ളാം. ഇറ്റ്സ് ഓക്കെ, മൊത്തത്തിൽ കൊള്ളാം. ഫാമിലിക്ക് കാണാൻ പറ്റിയത്.